ഓക്കെ, ശ്രദ്ധിക്കണേ, പ്രോബ്ലം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിനേക്കാളും മുന്നേ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു പാർട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് നമ്മുടെ PNL അക്കൗണ്ടാണ്, പഴയ മോഡൽ. സോ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിലൊക്കെ പഴയ മോഡലാണ് കാണുന്നത്. സോ ഞാൻ ഇങ്ങനെ തരുന്നതിൽ പഴയ മോഡലാണ് കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ, നിങ്ങളോടത്ത് PNL അക്കൗണ്ട് ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ PNL അക്കൗണ്ട് തരും. PNL അക്കൗണ്ട് തന്നിട്ട് PNL അക്കൗണ്ടിൽ ഇവിടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, PNL അക്കൗണ്ട് ഈ ഭാഗത്ത് ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും, ഈ ഭാഗത്ത് ഒരുപാട് ഇൻകം ഉണ്ടാവും അല്ലേ. ഈ ഭാഗത്തുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കുറയോ കൂടുമോ പറയണോ? എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഭാഗത്തുള്ള ഐറ്റംസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കുറയോ കൂടുമോ? കുറയും അല്ലേ. എക്സ്പെൻസ് കൂടിയാൽ സോ ഈ ഭാഗത്തുള്ള ഐറ്റംസ് ഒക്കെ നെറ്റ് പ്രോഫിറ്റിനെ കുറക്കും. ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്താവും? ഇൻക്രീസ് ആവും. ബേസിക് പോയിന്റ് ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇവിടെ എഴുതുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ഡ്രോയിങ്സ് ഇവിടെ എഴുതി, 500 രൂപ ഇവിടെ എഴുതി. ഈ 500 രൂപയുടെ ഇട്ടുകൊണ്ട് നെറ്റ് പ്രോഫിറ്റിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ടാക്സ് വെട്ടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, ഉണ്ട്. അപ്പം നമ്മൾ ടാക്സിൻ്റെ കാൽക്കുലേഷന് പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റ് 10,000 ഇവിടെ എഴുതുക ആദ്യം. എന്നിട്ട് എക്സ്പെൻസിൻ്റെ ഭാഗങ്ങൾ എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട്, ഇത് ടാക്സ് പർപ്പസിന് അലൗഡ് ആണോ? നോ. ഇത് എന്ത് നേച്ചറാ? പേഴ്സണൽ നേച്ചറാ? ബിസിനസ് റിലേറ്റഡ് ആണോ? അല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിന് ഇത് കുറച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് ഇവിടെ എഴുതിയത് കൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി കുറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളത് തിരിച്ച് എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം അല്ലേ. എക്സ്പെൻസ് ഇവിടെ ഇട്ടത് കൊണ്ട് നെറ്റ് പ്രോഫിറ്റ് കുറയുക ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇത് അലൗഡ് അല്ല. അപ്പോൾ ഈ ഒരു സാധനം ഡിസലൗഡ് ആണ്. ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ അല്ലേ. ഈ എക്സ്പെൻഡിച്ചർ അലൗഡ് ആണോ? അല്ല, ഡിസലൗഡ് ആണ്. അപ്പോൾ ഇതിനെ തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോഫിറ്റ് എന്തായി കാണുള്ളൂ. ഇപ്പോൾ പ്രോഫിറ്റ് എത്രയായി? 10,500 സി ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടായി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത വേറൊരു ഐറ്റം ഡൊണേഷൻസ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അതും ഒരു 500. സോ അതിട്ടത് കൊണ്ടും ഇത് കുറഞ്ഞിട്ടുണ്ടാവും. സോ അതും എന്ത് ചെയ്യണം? തിരിച്ച് ഇതിൻ്റെ കൂടെ ഇവിടെ എഴുതുവാണ്, ഡൊണേഷൻസ്, തിരിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. ഇങ്ങനെ ഈ ഭാഗത്തുള്ള എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസലൗഡ് ഉണ്ടാവും, അതായത് ഡിഡക്ഷൻ പറ്റാത്ത സാധനങ്ങൾ, അതൊക്കെ തിരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, സോ എക്സ്പെൻസിൻ്റെ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതിലുണ്ട് എക്സ്പെൻസ്. ഓക്കെ, പക്ഷേങ്കിൽ നമുക്ക് അലൗഡ് അല്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ തിരിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങളടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇൻകം ഉണ്ട്. ഇൻകം ഇവിടെ കൂടുന്നതിനനുസരിച്ചിട്ട്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഏതോ ഒരു ഇൻകം ഇവിടെ എഴുതിയിട്ടില്ല. ഇപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതിവിടെ എഴുതിയിട്ടില്ല. ഇതിവിടെ എഴുതിയിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഒരു ഇൻകം കാണിച്ചിട്ടില്ല, ഈ ഒരു ഇൻകം ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇൻകം കുറച്ച് കാണിക്കുമ്പം പ്രോഫിറ്റും എന്തായിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾക്കുള്ള വരുമാനം നമ്മൾ കാണിച്ചില്ല, അപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഈ ലിസ്റ്റിൽ പെടാത്ത വല്ല ഇൻകം ഉണ്ടെങ്കിലും നമ്മൾ അതും ഇവിടെ തിരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ നല്ല പ്രോഫിറ്റ് എന്താവുള്ളൂ? ഇൻക്രീസ് ചെയ്ത് കാണിക്കാൻ പറ്റും. ബിക്കോസ് ഇൻകം ഇവിടെ എഴുതിയിട്ടില്ല. അതിൻ്റെ മീനിങ് എന്താ? പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ തിരിച്ച് ആ ഇൻകത്തിന് എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. അപ്പം വേറെ ഏതെങ്കിലും ബിസിനസ് ഇൻകം ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? നോട്ട് ക്രെഡിറ്റഡ്. ഈ ക്രെഡിറ്റ് ഭാഗത്ത് ഇവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ബിസിനസ് ഇൻകം നിങ്ങളെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അതും നിങ്ങളിവിടെ എന്ത് കൊടുക്കണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാത്തിലും നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡിപ്രിസിയേഷൻ. ഓക്കെ, സോ ഡിപ്രിസിയേഷൻ നമുക്കിവിടെ ജസ്റ്റ് ശ്രദ്ധിച്ചോളാം. നമുക്കിവിടെ ഡിപ്രിസിയേഷൻ 450 ആണെന്ന് വിചാരിച്ചു. ഇത് അക്കൗണ്ടിങ് റൂൾ പ്രകാരം അവരുടെ കാൽക്കുലേഷനാണ്. നമുക്കറിയാം ടാക്സ് പർപ്പസിന് ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ ഇതാണെന്ന് വെച്ചോ, ഇത് നമ്മൾ എന്ത് ചെയ്തു? അത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 250. ഓക്കെ, സോ ഇവിടെ എത്ര കാണിച്ചിട്ടുണ്ട്? 450.
സോ ഇവിടെ കൂടുതലാണ് കാണിച്ചത് അല്ലേ, ഇവിടെ കൂടുതൽ എക്സ്പെൻസ് കാണിച്ചു. അപ്പോൾ പ്രോഫിറ്റ് എന്തായിട്ടുണ്ടാവും? അത്ര കണ്ട് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. എക്സ്പെൻസ് ഇവിടെ കൂടി, അപ്പോൾ എന്തായിട്ടുണ്ടാവും? നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, റൈറ്റ്. ഇവിടെ എത്രയേ കാണിക്കാൻ പാടുള്ളൂ? 250. അപ്പോൾ ഇവിടെ 200 രൂപ എക്സസ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ, എക്സസ് അല്ലേ കാണിച്ചത്. ഈ എക്സസ് എന്ത് ചെയ്യണം? നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, 450 കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത്ര കണ്ട് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് എത്രയേ കാണിക്കണ്ടു? 250. അപ്പോൾ ഇനി ബാക്കി 200 രൂപ തിരിച്ച് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. ഇതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഓൾറെഡി അക്കൗണ്ടൻ്റ് ഇവിടെ 250 ചാർജ് ചെയ്തത്. ഓക്കെ, നമ്മൾ ടാക്സിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ചത് 450. ഓക്കെ, സോ നമുക്കിവിടെ എത്ര ഇടാമായിരുന്നു? 450. ഇവിടെ എത്രയേ ഇട്ടിട്ടുള്ളൂ? 250. സോ ഇതിൻ്റെ ഡിഫറൻസ് ആയ 200 നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? കുറക്കണം. ബിക്കോസ് ഇത്രയും എക്സസ് അല്ല, ഇതെന്താ എന്താ പറയുക, നമ്മൾ ഓൾറെഡി അലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. സോ അത് നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ പ്രോഫിറ്റിനെ എങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളും ഇഫക്റ്റ് ചെയ്യും എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് മസ്റ്റാണ് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, സോ അഗെയിൻ ഐ എം ഡിസ്കസിങ് ഡിപ്രിസിയേഷൻ. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 450. അപ്പോൾ നമുക്കിവിടെ 450 ഇടായിരുന്നു, അത്ര കണ്ട് നമുക്ക് ഈ സാധനത്തിനെ കുറക്കാമായിരുന്നു. ബട്ട് ഇവിടെ എത്രയേ ഇട്ടിട്ടുള്ളൂ? 250. അപ്പോൾ 200 കൂടെ ഇടാമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ 200 ഇവിടെ ഇടുമ്പോൾ ഇതെന്താ സംഭവിക്കുക? പ്രോഫിറ്റ് എന്താവും? എക്സ്പെൻസ് കൂടും, പ്രോഫിറ്റ് കുറയണം. അപ്പം ഇത് ഇടുന്ന് ലെസ് ചെയ്യണം. നേരെ തിരിച്ചിട്ട് സിനാരിയോ വരുന്നുണ്ടെങ്കിൽ ഇതിവിടെ ആഡ് ചെയ്യണം. സോ അപ്പോൾ ഓരോരോ എക്സ്പെൻസ് വരുമ്പോഴും അത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. എനിക്കൊരു സംഭവമൊന്നുമല്ല, എക്സ്പെൻസ് ഇവിടെ നമ്മൾ അലൗഡ് അല്ല, ഇവിടെ ഇത് നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ഇവിടെ ഈ ഒരു സാധനം ഇട്ടതുകൊണ്ട് ഇത് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതിനെ തിരിച്ച് കൂട്ടണം. സോ ഇതിനെ ആഡ് ബാക്ക് ചെയ്യണം. ഇങ്ങനെയുള്ളത് സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കുറേ സാധനം ഡിസലൗഡ് ആണ്. സോ ആ സംഭവങ്ങളൊന്ന് ജസ്റ്റ് നമുക്ക് ഓടിച്ചിട്ട് നോക്കാം. നമ്മളിവിടെ ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് പോകുന്നതിനേക്കാളും മുന്നേ ഒരു തവണയെങ്കിലും റീഡ് ചെയ്തിരിക്കണം. ഈ പോയിന്റ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ദിസ് വൺ അപ് ടു 10 പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ ആ ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വരുന്നുണ്ട്. സോ അതും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ഒരു തവണ റീഡ് ചെയ്തിരിക്കണം. പ്ലസ് ഡിഡക്ഷൻ പറഞ്ഞിട്ട് ഓരോ സെക്ഷൻ ആയിട്ട് പഠിപ്പിച്ചെന്നതും ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവണം. ഡിപ്രിസിയേഷൻ എന്നുള്ള സംഭവം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷൻ, അഡീഷണൽ ഡിപ്രിസിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നോക്കിക്കോ, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. വെറുതെ ഇതാ ഇവിടെ നമുക്കൊരു ഫൊമാറ്റ് തന്നിട്ടുണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ ഇവിടെ ഞാനിതാ ഇവിടെ പറഞ്ഞതുപോലെ P&L അക്കൗണ്ടിൽ തരുന്ന നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ആൻസർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. P&L അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എഴുതി, P&L അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. P&L അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ അല്ലേ, ഡൊണേഷൻ നമ്മളിപ്പോഴെഴുതി, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ, ഇതൊന്നും അലൗഡ് അല്ല. അപ്പോൾ ആ സാധനങ്ങൾ എന്തൊക്കെ ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. കൂടാണ്ടോ ഇവിടെ ഒരു ഇൻകം കാണിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ അതും എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. ബിസിനസ് ഇൻകം നോട്ട് ക്രെഡിറ്റ്. ഓക്കെ, ഈ 2 ഐറ്റമാണ് മെയിൻ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഹെഡിങ് ആണ് എക്സ്പെൻസ് ഡെബിറ്റഡ് ടു P&L ബട്ട് നോട്ട്. ഇത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഡിസലൗഡ് എക്സ്പെൻഡിച്ചേഴ്സ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. 2, ബിസിനസ് ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഇവിടെ കാണിക്കാത്ത ഒരു ഇൻകം ആണെങ്കിൽ അതും ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മളെ പ്രോഫിറ്റ് കൂടും. ഓക്കെ, സോ ഇത് രണ്ടും ഓക്കെയാണ്. അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസ് ഇത് അറിയില്ല മീൻസ് ഇപ്പം അറിഞ്ഞൂടാ. സോ വിട്ടെ, നമ്മൾ ജസ്റ്റ് അതിനോട് സ്ട്രൈക്ക് കൊടുക്കുന്നത്. എക്സസ് ഡിപ്രിസിയേഷൻ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്, എക്സസ് ആയിട്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. സോ ആ ഒരു സാധനം. ഓക്കെ, എക്സസ് ഡിപ്രിസിയേഷൻ നേരത്തെ പോയിൻ്റാണ് ഇവിടെ. അതായത് ഇവിടെ 450യും ഇവിടെ 250യും കിട്ടുന്നതിനാണ് നമ്മൾ എക്സസ് ഡിപ്രിസിയേഷൻ എന്ന് പറയുക. സോ അതിവിടെ. ഓക്കെ,
നെക്സ്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നതെങ്കിൽ അത് താഴെ വരും. ഓക്കെ, ഇത് നമുക്കറിയാം. പിന്നെ പ്രൊവിഷൻസ് ആൻഡ് റിസർവ് ഞാൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതർ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ച പോയിന്റിൽ നമ്മൾ ബാഡ് ഡെറ്റ് ഇറിക്കവറബിൾ ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ബട്ട് പ്രൊവിഷൻസ് ഒന്നും ഡിഡക്റ്റ് ചെയ്യരുതെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പം പ്രൊവിഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൊവിഷൻസ് ആൻഡ് റിസർവ് നമുക്ക് അലൗവബിൾ അല്ല. സോ ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രൊവിഷൻസ് ഒക്കെ കാണുവാണെങ്കിൽ നമ്മൾ തിരിച്ചതിന് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ബട്ട് ചില കേസിൽ അത് അലൗഡ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി പറയുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞ പേയ്മെൻറ്റ് ഇൻ ക്യാഷ് എക്സീഡ് 10,000 ആണെങ്കിൽ നമുക്കത് അലൗഡ് അല്ല എന്നറിയാം. സോ ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സസീവ് ആൻഡ് അൺറീസണബിൾ പേയ്മെൻറ്റ്സ്, അതും നമ്മൾ പഠിച്ചതാണ്. ഡിസലവബിൾ എക്സ്പെൻഡിച്ചറിൻ്റെ കൂട്ടത്തിൽ റിലേറ്റീവിനൊക്കെ നമ്മൾ എക്സസീവായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. അൺറീസണബിൾ പേയ്മെൻ്റ് ഒന്നും നമുക്ക് എന്തെല്ലാം എന്ന് പഠിച്ചിട്ടുണ്ട്, അലൗഡ് അല്ല പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പേയ്മെൻറ്റ് വിത്തൗട്ട് TDS, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. TDS കട്ട് ചെയ്യാത്ത പേയ്മെൻറ്റ്, അതും ആ ഒരു ഹെഡിൽ തന്നെ ഉണ്ട്. ഡ്രോയിങ്സ്, പേഴ്സണൽ ഡ്രോയിങ്സ്, അപ്പം ബിസിനസ് പർപ്പസ് അല്ല. സോ ദിസ് വൺ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോഷണൽ എന്ന് കാണാം, അതും നമുക്ക് നോക്കിയിട്ട് വരാം. പേഴ്സണൽ എക്സ്പെൻസ് അലൗഡ് ആണോ, അല്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗഡ് ആണോ, ആണ് ചില കേസസിൽ. അത് നമ്മൾ സയൻറ്റിഫിക്കിൻ്റെ ഒക്കെ കാര്യത്തിൽ എടുത്തെടുത്ത് പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 100% അലൗഡ് എന്നുള്ള. അവിടെ ഒഴിച്ച് വേറെ ഒരു കേസസിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗഡ് അല്ല. ഓൺലി റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമാണ് അലൗഡ്. റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ നമ്മൾ ഏത് അക്കൗണ്ട് കൊണ്ടോ എഴുതൂടോ, P&L അക്കൗണ്ടിൽ. അപ്പോൾ ഇത് കേസസ് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ സെക്ഷൻ നമ്പർ 35 ഒക്കെ വരുമ്പം അവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗഡ് ആണ്. ഓക്കെ, സോ ആ സമയം നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കണം. ഡൊണേഷൻസ് ആൻഡ് ചാരിറ്റി നോ, അലൗഡ് അല്ല, ബിസിനസ്സിൻ്റെ അല്ല. ഇതുവരെ ഇനി ഇത് പാസ്റ്റിലെ ലോസ് നമ്മൾ വെറുതെ ഈ വർഷം വന്ന് എഴുതി തള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും ഇൻകം ടാക്സ് അനുവദിക്കില്ല. പാസ്റ്റ് ലോസ്. ഓക്കെ, എക്സ്പെൻസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്, നിങ്ങൾ തന്നെ അനുവദിക്കുമോ, ഇല്ല. സോ ഇതും നമുക്ക് പറ്റൂല. ഇൻകം ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ്, സോ പറ്റൂല. ഇൻകം ടാക്സും വെൽത്ത് ടാക്സും പറ്റില്ല. പ്രൊഫഷണൽ ടാക്സ് ഒക്കെ പറ്റും. സോ മുനിസിപ്പൽ ടാക്സ് ഒക്കെ പറ്റും. സോ ഈ സമയത്താണ് നമ്മൾ ടാക്സ് ആണെങ്കിൽ എന്ത് ബേസിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി പെയ്ഡ് ആണോ നോക്കിയിട്ട് അവിടെ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഡ്യൂ ബേസിൽ കിട്ടൂല. ബട്ട് ഇൻകം ടാക്സിനും വെൽത്ത് ടാക്സിനും ഒരു കാരണവശാലും നമുക്ക് എന്ത് കിട്ടൂല, ഡിഡക്ഷൻസ് കിട്ടില്ല. ഇനി നമ്മളെ ബിസിനസ് ഒരു പെനാലിറ്റി ഇട്ട്, ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു റൂൾ വയലേറ്റ് ചെയ്തിട്ട് പെനാലിറ്റി ഇട്ട് അതിന് ഡിഡക്ഷൻ കിട്ടുമോ, അത് ഇവിടെ കൊണ്ടുവന്ന് എഴുതി എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ എഴുതി പ്രോഫിറ്റ് കുറച്ച് കാണിച്ചിരിക്കുന്നു. നോ, പെനാലിറ്റി ആണ്, അതിനും എന്ത് കിട്ടൂല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതും എനിക്കറിയാം, അല്ല നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ലിറ്റിഗേഷൻ എക്സ്പെൻസ് ഇൻ ക്രിമിനൽ കേസ്, ക്രിമിനൽ കേസിൽ പോയിട്ട് അതിനുള്ള എക്സ്പെൻസ് പറ്റുമോ, ഇല്ല. കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി നോ, ഇത് നമുക്ക് ഡൊണേഷൻസിൽ സെക്ഷൻ നമ്പർ മറന്നുപോയി, 80 മറന്നുപോയി. ഡിഡക്ഷൻ്റെ സമയത്ത് നമുക്കിത് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ പറ്റൂല എന്നുള്ള രീതിയിൽ പഠിക്കുക. ബട്ട് ഇതിന് എക്സ്ട്രാ പോയിൻറ്റ്സ് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പറ്റില്ല, ഇത് LIC ആണ്. LIC പറ്റൂല. മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം പറ്റും. ഓക്കെ, LIC പറ്റില്ല. എക്സ്പെൻസ് ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് ഓഫീസ് പറ്റൂല പോലും. അതെന്താ പറ്റാത്തത്, വല്ല ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് മാറുന്നതാണെങ്കിൽ. എനിവേ പറ്റൂല പോലും. ഓക്കെ, മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പറ്റൂല. എക്സ്പെൻഡിച്ചർ ടു ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ, ഓക്കെ, ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ളൊക്കെ എക്സ്പെൻഡിച്ചർ പറ്റൂല. ഗുഡ് വില്ല് വാങ്ങിക്കാൻ വേണ്ടിയുള്ള പേയ്മെൻറ്റ് പറ്റൂല. ഗിഫ്റ്റ് പ്രസൻസ് കൊടുത്താൽ പറ്റൂല. ബട്ട് അഡ്വർടൈസ്മെൻറ്റ് ത്രൂ ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ പറ്റും. അഡ്വർടൈസ്മെൻ്റ് ആണ് അവിടെ ലക്ഷ്യമെങ്കിൽ വി ക്യാൻ, ഇവിടെ നമുക്ക് അലൗഡ് ആണ്. അല്ലാത്ത കേസിൽ ഗിഫ്റ്റ് ഒന്നും അലൗഡ് അല്ല. നിങ്ങൾ എന്നാ പറ, ഇതിൽ നമ്മൾ ഒരു 90% നമുക്ക് അറിയുന്ന സാധനമല്ലേ. ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന സാധനങ്ങളല്ലേ. ഇത് ബിസിനസ് റിലേറ്റഡ് അല്ല. അപ്പോൾ ഇത് P&L അക്കൗണ്ടിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണം. P&L അക്കൗണ്ടിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണം, അല്ലേ? അല്ലടോ, അങ്ങനെ മനസ്സിലാവില്ലേ? സോ ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചേ. ഓക്കെ, പ്രസ് ചെയ്യുക, വായിക്കാം. വായിച്ചു കഴിഞ്ഞല്ലോ. സോ ഇനി ലെസ് ചെയ്യാനുള്ള സാധനങ്ങൾ. ഓക്കെ, ഇവിടെ ഇയാൾ ഒരു ഇൻകം ഇട്ടിട്ടുണ്ട്, ഇൻകം. ഓക്കെ, ഇത് ബിസിനസ് റിലേറ്റ് ചെയ്ത ഒരു ഇൻകം അല്ല. സോ ഇയാൾ അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഇങ്ങനെ ഒരു സാധനം ഇവിടെ കാണിച്ചത് കൊണ്ട് ഇയാളുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, അല്ലടോ.
വെറുതെ ഒരു ഇൻകം ഇവിടെ ഇട്ടാൽ ഇവിടെ എന്താവും, പ്രോഫിറ്റ് കൂടും. ബട്ട് ഇയാൾക്കിത് എന്തല്ല, ബിസിനസ് റിലേറ്റഡ് ഇൻകം അല്ല. അപ്പം ഗവൺമെൻറ് പറയും, എന്ത് പറയും, യു ഡിഡക്ട് ദിസ് ഫ്രം ദിസ്. ഇവിടെ ഒരു 1000 രൂപയാണെങ്കിൽ വെറുതെ എന്തിനാണോ നീ ടാക്സ് കൊടുക്കുന്നത്, ഇതിൻ്റെ ബിസിനസ് റിലേറ്റഡ് ഇൻകം അല്ലല്ലോ. ഇതിനെ വെറുതെ വിടുമൊന്നുമില്ല, ഇൻകം ഫ്രം അതർ സോഴ്സിൽ അവർ ടാക്സ് വാങ്ങിക്കും, അത് വേറെ കാര്യം. ബട്ട് ഇവർ ഇവിടുന്ന് പറയും, ഇത് നിൻ്റെ ബിസിനസ് റിലേറ്റഡ് അല്ലല്ലോ, വെറുതെ എന്തിനാ ടാക്സ് കൊടുക്കുന്നത്, നീ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഈ 1000 അങ്ങോട്ട് മൈനസ് ചെയ്താൽ എന്നിട്ട് ബാക്കിക്ക് തന്നാൽ മതി, റൈറ്റ്. അപ്പോൾ ഇൻകം ഇടാൻ വെറുതെ ഇട്ടുവാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, അപ്പോൾ നെറ്റ് പ്രോഫിറ്റിനെ കുറക്കണം. സോ ഈ സാധനം എന്ത് ചെയ്യേണ്ടി വരും, ലെസ്. സോ ഇൻകം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് എന്താണ്, ഇൻകം ക്രെഡിറ്റഡ് ആണ്, ബട്ട് നോട്ട് ചാർജബിൾ അണ്ടർ ദിസ് സെറ്റ്. ഇത് ഈ ഹെഡിൽ വരുന്ന സാധനമല്ല. സോ അതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻസ് അലൗഡ് ആയിരിക്കും, ചില എക്സ്പെൻസ് അലൗഡ് ആയിരിക്കും, ഓക്കെ, അലൗഡ് ആയിരിക്കും, ബട്ട് ഏതിൽ കാണിച്ചിട്ടില്ല, ഇവിടെ കാണിച്ചിട്ടില്ല. ചില എക്സ്പെൻസ് അലൗഡ് ആണ്, ബട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അലൗഡ് എക്സ്പെൻസ് ആണ്, അപ്പോൾ അതും എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് അത്ര കണ്ട് കുറക്കാം. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ബാഡ് ഡെറ്റ് ഉണ്ട്, നോട്ട് റിക്കവറബിൾ ആണെന്ന് വിചാരിച്ചോ, നോട്ട് റിക്കവറബിൾ 1000 രൂപയുണ്ട്, അതിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കാം, ഓക്കെ. സോ അതാണ് ഇവിടെ എഴുതിയത്, അലൗബിൾ എക്സ്പെൻസ് ബട്ട് നോട്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്രിസിയേഷൻ, ഇവിടെ എക്സസ് എഴുതും, ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ, ഓക്കെ. സോ ഇത്രയും ജസ്റ്റ് നമ്മൾ പഠിച്ചതൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. സോ ഈ ഒരു സംഭവം നമുക്ക് എഴുതണം, ഒന്ന് നോക്കണം. ലോസിൻ്റെ വലിയൊരു ചാർട്ടുണ്ട്, അത് നമുക്ക് ഇപ്പം വേണ്ട, നമുക്ക് നോക്കി നമ്മൾ ഇതേപോലെ തിരിച്ചു വന്ന് നമ്മളിവിടെ അതൊക്കെ ഒന്ന് നോക്കും. അത്ര നേരം ഞാൻ പറഞ്ഞതിൽ നിന്നുള്ള പോയിന്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ P&L അക്കൗണ്ട് ആണ് തന്നതെങ്കിൽ നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എടുത്തെഴുതണം. അതിൻ്റെ കൂടെ ചില സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും, ചില ഐറ്റംസ് ലെസ് ചെയ്യേണ്ടി വരും. സം ഐറ്റംസ് ആർ ടു ബി ആഡഡ് ആൻഡ് സം ആർ ടു ബി ഡിഡക്റ്റഡ്. ആഡ് ചെയ്യേണ്ട ഏതാണെന്ന് ചോദിച്ചാൽ P&L അക്കൗണ്ടിൻ്റെ ഈ ഭാഗത്ത് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും ചില എക്സ്പെൻസുകൾ, ബട്ട് അതെന്തായിരിക്കും, ഡിസ്അലൗഡ് ആയിരിക്കും. അങ്ങനെയുള്ള എക്സ്പെൻസ് ഇവിടെ വന്ന് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതായത് നമ്മുടെ P&L അക്കൗണ്ടിൻ്റെ ഈ ഡെബിറ്റ് സൈഡിൽ ഓൾറെഡി കുറേ എക്സ്പെൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും, അതിൽ ഡിസ്അലൗ ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള എക്സ്പെൻസ് ക്വസ്റ്റ്യനിലുള്ള P&L അക്കൗണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ സൈഡിൽ ഇൻകം ഉണ്ടല്ലോ, ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടാവില്ല, ബട്ട് അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ട് താഴെ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ബിസിനസ് ഇൻകം ഉണ്ട്, ബട്ട് ഏതിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, ഈ ഭാഗത്ത് എഴുതിയിട്ടില്ല, ഇൻകത്തിൻ്റെ ഭാഗത്ത് എഴുതിയിട്ടില്ല. അങ്ങനെ പറയുന്ന സാധനങ്ങളും അങ്ങനെ പറയുന്ന ബിസിനസ് ഇൻകവും നിങ്ങൾ ഇവിടെ നിന്ന് ആഡ് ബാക്ക് ചെയ്യണം. അതായത് ബിസിനസ് ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഇവിടെ ക്രെഡിറ്റ് ചെയ്യാത്ത ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഓൾറെഡി ഡെബിറ്റ് ചെയ്ത എക്സ്പെൻസ് ഉണ്ട്, അത് ഡിസലൗഡ് ആണെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ എഴുതാത്ത വല്ല ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അതും ആഡ് ബാക്ക് ചെയ്യണം. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ശ്രദ്ധിച്ചോ, ഇവിടെ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻകം, ഓക്കെ. ഇവിടെ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻകം, ബട്ട് അത് ബിസിനസ്സിൽ PGBPയിൽ വരുന്ന ഇൻകം അല്ല. അങ്ങനത്തെ കേസിൽ അതും ഉണ്ടെങ്കിലും ഇവിടെ ലെസ് ചെയ്യണം. ഇൻകം ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്, ഓൾറെഡി P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു, ബട്ട് അത് ഏതിൽ വരുന്നതല്ല, PGBPയിൽ വരുന്നതല്ല. ഇനി അതേപോലെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഈ എക്സ്പെൻസ് ഇങ്ങനെ അഡീഷണൽ ഇൻഫർമേഷനിൽ തരും ഒരു എക്സ്പെൻസിൻ്റെ പേര്, അത് അലൗഡ് ആയിരിക്കും, ഓക്കെ. അത് അലൗഡ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ലെസ് ചെയ്യണം. അലൗഡ് എക്സ്പെൻസ് ബട്ട് എവിടെ ചെയ്തിട്ടില്ല, ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ തിരിച്ച് ലെസ് ചെയ്യണം, ഓക്കെ. സംഭവം പിടികിട്ടിയോ എന്ന് എനിക്കറിയില്ല. അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞത് മനസ്സിലായവരാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഞാൻ ചോദിക്കും ഇപ്പോൾ, അന്നേരം നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഞാൻ ചോദിക്കുവാണ്, അഡീഷണൽ ഇൻഫർമേഷനകത്ത് ഒരു ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ കിടക്കുവാണ്. അഡീഷണൽ ഇൻഫർമേഷൻ്റെ അകത്ത് ഒരു ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ കിടക്കുവാണ് 1000. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യും, പറയൂ. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യും? എന്തൊക്കെ ആൻസർ? ഒന്നിക്ക് ചില ആൾ പറയും ആഡ് ചെയ്യുന്നു, ചില ആൾ പറയും ലെസ് ചെയ്യുന്നു, അല്ലേ? നിങ്ങൾ ഇതിലേതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണോ?
ആണോ? ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലായിട്ടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതങ്ങനെ തന്നെ വെക്കണം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ വൈ. ഇത് ഈ നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ കണക്ക് ചെയ്യുന്നത്. ഇത് ഡിസലൗഡ് ആണ്. ഡിസലൗഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ വരാൻ പാടില്ല. ഇത് നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടോ? ഇത് എവിടെയാണ് ഉള്ളത്? അഡീഷണൽ ഇൻഫർമേഷൻ്റെ കൂട്ടത്തിലല്ലേ ഉള്ളത്. ഇതിവിടെ വന്നിട്ടുണ്ടോ? നോ, ഇത് ഓൾറെഡി ഡിസലൗഡ് ആണ്. ഇത് നെറ്റ് പ്രോഫിറ്റിനെ ഇഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ ഇത്രയും പോയിന്റുകൾ ഇതടക്കാം മനസ്സിലാക്കി വെക്കുക. മനസ്സിലായിട്ടിലേക്ക് ഒന്നിക്കുക, വീഡിയോ ഒന്നും കൂടെ കാണുക, എന്നിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇനി കുറേ പോയിന്റ്സ് പറയാനുണ്ട്, എന്നാലേ ഇല്ലുസ്ട്രേഷനിലോട്ട് പോകാൻ പറ്റൂ. വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഏകദേശം ഓക്കെ ആണെങ്കിൽ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പോയിന്റ് സ്റ്റാർട്ടിങ് വിത്ത് ദിസ് വൺ. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് ഒന്നും അലൗബിൾ അല്ല, ഡിസലൗഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ P&L അക്കൗണ്ടിൽ നിങ്ങൾ ഈ രണ്ട് സാധനം കാണുവാണെങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നത് ഡിസലൗഡ് ആണ്. പ്രൊഫഷണൽ ടാക്സ് അലൗബിൾ ആണ്, ബിക്കോസ് അത് റിലേറ്റഡ് ടു പ്രൊഫഷൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഇൻകം ടാക്സ് DA എന്ന് എഴുതുവാണ്, നിങ്ങൾ എഴുതരുത്, ഡിസലൗഡ് ആണ്. വെൽത്ത് ടാക്സ് ഡിസലൗഡ് ആണ്. പ്രൊഫഷണൽ ടാക്സ് PT എന്ന് എഴുതുവാണ്, അത് പ്രൊഫഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് അലൗഡ്. GST ബിസിനസ് റിലേറ്റ് ചെയ്ത സംഭവമാണ് അല്ലേ, ഗുഡ്സ് റിലേറ്റ് ചെയ്തല്ല, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ ബിസിനസ് ആണ്, സോ ഇത് അലൗബിൾ ആണ്. GST അലൗബിൾ ആണ്. GST റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് ചാർജ് അലൗബിൾ ആണ്. GST അടച്ചില്ല കറക്റ്റ് സമയത്ത്, സോ ഇൻട്രസ്റ്റ് അടക്കേണ്ട വന്നു, അലൗബിൾ ആണ്. ബട്ട് GST റിലേറ്റ് ചെയ്തിട്ട് പെനാലിറ്റി എന്നുള്ള വേർഡ് ഉപയോഗിക്കുവാണെങ്കിൽ അലൗഡ് അല്ല. എന്ത് തരത്തിലുള്ള പെനാലിറ്റി? നിങ്ങൾ എന്തെങ്കിലും ഒരു ലോ വയലേറ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇത് ഇയാളുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്ന ഒരു കാര്യവും അലൗഡ് അല്ല. സോ പെനാലിറ്റി അലൗഡ് അല്ല. ബട്ട് GST റിലേറ്റ് ചെയ്ത സർവീസ് ചാർജും ഇൻട്രസ്റ്റ് പെയ്ഡും ഒക്കെ GSTൻ്റെ റിലേറ്റ് ചെയ്തിട്ട് അലൗഡ് ആണ്. സോ ഇൻകം ടാക്സ് അലൗഡ് അല്ല, വെൽത്ത് ടാക്സ് അലൗഡ് അല്ല. പ്രൊഫഷണൽ ടാക്സ് ഫോർ പ്രൊഫഷൻ ആണെങ്കിൽ അലൗഡ് ആണ്. GST അലൗഡ് ആണ്. GST റിലേറ്റ് ചെയ്ത സർവീസ് ചാർജും ഇൻട്രസ്റ്റും ഒക്കെ അലൗഡ് ആണ്. ബട്ട് പെനാലിറ്റി, anything which is violating the law is not allowable. സോ അതും കൂടെ ഓർമ്മിക്കാം. നെക്സ്റ്റ് ഇവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, വേർ ഇസ് ദാറ്റ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത് ഡിസലൗഡ് ആണ്, ആഡ് ബാക്ക് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനൊക്കെ നോഷണൽ എന്നാണ് പറയാം, നോഷണൽ എക്സ്പെൻഡിച്ചർ. നോഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ബിസിനസ്, ഇതെൻ്റെ വീട്, ഞാൻ ഇവിടെ നിന്നാണ് ബിസിനസ് ചെയ്യുന്നത്, എന്നിട്ട് ഇതെൻ്റെ ഹൗസാണ്. സോ ബിസിനസ്സാണ് ഞാൻ റൺ ചെയ്യുന്നത്. സോ ഇതിവിടെ തന്നെയാണ് എൻ്റെ ബിസിനസ്സും, വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ബിസിനസ്സും ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഇതിന് റെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ P&L അക്കൗണ്ടിൽ റെൻറ്റ് കാണിക്കുകയാണ്. റെൻ്റ് ഒരു എക്സ്പെൻസ് അല്ലേ, ബട്ട് ഈ റെൻറ്റ് ഞാൻ ആർക്കാണ് കൊടുത്തത്? ഞാൻ എനിക്ക് തന്നെ കൊടുത്തു. ഇങ്ങനെയുള്ള സാധനത്തിനാണ് നമ്മൾ നോഷണൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക കേട്ടോ. സെൽഫ് കൊടുക്കുക. സോ സെൽഫായിട്ട് കൊടുക്കുന്ന ഒന്നും എന്തല്ല, അലൗഡ് അല്ല, ഒക്കെ ഡിസലൗഡ് ആണ്. ഓക്കെ, സോ സെൽഫായിട്ട് റെൻറ്റ് എടുക്കുക, സെൽഫായിട്ട് സാലറി എടുക്കുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുക. സോ ഇതൊക്കെ ഡിസലൗഡ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് നോഷണൽ. നോഷണൽ എന്ന് പറഞ്ഞാൽ സെൽഫ്, സ്വന്തമായിട്ട് തന്നെ എടുക്കുക. സ്വന്തമായിട്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് സാലറി എടുക്കുക. സോ ഇങ്ങനെയുള്ള സംഭവത്തിനാണ് നോഷണൽ എന്ന് പറയുക. ഇങ്ങനെ വരുന്നതും നമുക്ക് ഡിസലൗഡ് ആണ്. ഓക്കെ, ഇവിടെ കാണാം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ ഓണർ ഓർ പാർട്ട്ണർ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അലൗഡ് അല്ല എന്ന് കാണാം. സോ ദിസ് ഇസ് ഡിസലൗഡ്. ബട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം ഇതെന്താണ്, അലൗഡ് ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഇത് കാണുവാണെങ്കിൽ ഇത് അലൗഡ് ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം അലൗഡും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഡിസലൗഡുമാണ്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി, എക്സ്പെൻഡിച്ചർ ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് ഓഫീസ് ഡിസലൗഡ് ആണ്. സോ അത് അലൗഡബിൾ അല്ല എന്ന് പഠിച്ചു. സോ ഇവിടെ ശ്രദ്ധിച്ചോ, അതിനോട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്, പുതിയ ബിസിനസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് നിങ്ങളുടെ P&L അക്കൗണ്ടിൽ കണ്ടാൽ ഇത് ഡിസലൗഡ് ആണ്. പുതിയ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക, പുതിയ ബിസിനസ്സിന് വേണ്ടി എന്ത് എക്സ്പെൻഡിച്ചർ ചിലവാക്കിയാലും അത് ഡിസലൗഡ് ആണ്. ഓക്കെ, പുതിയത്, അതായത് നമ്മുടെ ബിസിനസ് ഇപ്പം ABC ആണെങ്കിൽ നമ്മുടെ ബിസിനസ് ABC സോൾ ട്രേഡിങ്ങോ അങ്ങനെ ABC ലിമിറ്റഡോ അങ്ങനെ എന്തെങ്കിലും ആണ്. ഇത് വേറൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി EFG എന്ന് പറയുന്ന ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇതിനുള്ള പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ നമ്മുടെ ABC കമ്പനീൻ്റെ P&L അക്കൗണ്ട് കൊണ്ടുപോയിട്ടാൽ അത് അനുവദിക്കില്ല എന്നാണ് എഴുതിയത്. സോ മിസ്റ്റർ എ ആണ് ഓണർ, ഇത് മിസ്റ്റർ എൻ്റെ ഇപ്പോഴത്തെ കമ്പനി, പുതിയൊരു കമ്പനി തുടങ്ങാൻ പോകുന്ന EFG. സോ
സോ ഇതിൻ്റെ എക്സ്പെൻസ് ഇവിടെ കൊണ്ടുപോയി ഇടാൻ പാടില്ല. ന്യൂ ബിസിനസ് പ്രൊമോഷൻ എക്സ്പെൻസ് ഡിസലൗഡ്. അതേപോലെ മുമ്പത്തെ ഇതിനേക്കാളും മുന്നേ ഇയാൾക്ക് XYZ എന്ന് പറഞ്ഞ ബിസിനസ് ഉണ്ട്, അതിൽ നിന്നുള്ള ലോസും ഇവിടെ കൊണ്ടുപോകുന്ന എന്ത് ചെയ്യരുത്, എഴുതി തള്ളരുത്. സോ പാസ്റ്റ് ലോസും ഡിസലൗഡ്. ബട്ട് എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാക്കിയത് അലൗബിൾ ആണ്. അതായത് ABC ആണ് ഇപ്പോഴത്തെ മിസ്റ്റർ എയുടെ ബിസിനസ്. സോ ABC കമ്പനിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ് പ്രൊമോഷന് വേണ്ടി എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ചെയ്യുവാണെങ്കിൽ അത് അലൗബിൾ ആണ്. സോ ശ്രദ്ധിക്കേണ്ട 3 പോയിന്റ്സ്. പിന്നെ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഐറ്റം ഗിഫ്റ്റിൻ്റെ ഗിഫ്റ്റാണ് ഞാനിവിടെ എഴുതിയത് തെറ്റിപ്പോയി. അലൗഡ് എന്ന് എഴുതേണ്ടത് ഡിസലൗഡ് എന്ന് എഴുതിപ്പോയി. ഓക്കെ, സോ ഞാൻ വീണ്ടും പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഇവിടെ ഓൾറെഡി ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ടാവും. എനിവേ, ഗിഫ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഗിഫ്റ്റ് PGBP, അതായത് ഗിഫ്റ്റ് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഡോക്ടറാണെങ്കിൽ ഡോക്ടറിന് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടാൽ സർജറിയൊക്കെ സക്സസ് ആയ വലിയ വലിയ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കൂലേ. ഇങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റ് ഡോക്ടറിനായിക്കോട്ടെ, കേസ് ജയിച്ചാൽ ലോയറിന്, എൻജിനീയർ, വീട് പണിയൊക്കെ പൂർത്തിയായ എൻജിനീയറിന് ചിലപ്പോൾ കാറൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഗിഫ്റ്റ് കിട്ടുന്നതെങ്കിൽ അതിനെ പ്രൊഫഷണൽ ഇൻകം ആയിട്ട്, അതായത് ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നോ കിട്ടുന്നെങ്കിൽ ഇതിന് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് കാണിക്കേണ്ടത്. ഇതിനെ കൊണ്ടുപോയിട്ട് എവിടെ എഴുതരുത്, PGBPയിൽ എഴുതരുത്. ഈ 2 പോയിന്റ് ഓർമ്മിക്കാം. പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ പുറത്ത് കിട്ടുന്ന ഗിഫ്റ്റ് പ്രൊഫഷണൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് ഈ ഹെഡിൽ എഴുതാൻ പാടില്ല. അടുത്തത് ഇവിടെ P&L അക്കൗണ്ടിൽ ഇൻകം ആണ് അല്ലേ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്താണ് വരേണ്ടത്. ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്, ഇൻകം ആണ് അല്ലേ. ചില കേസിൽ ഗിഫ്റ്റ് ഇപ്പുറത്ത് തരും. അതായത് എക്സ്പെൻസിൻ്റെ ഭാഗത്ത് ഗിഫ്റ്റ് തന്നാൽ നിങ്ങൾ അങ്ങോട്ട് ആർക്കോ ഗിഫ്റ്റ് കൊടുത്തു എന്ന് അർത്ഥം അല്ലേ. ഓക്കെ, ഇതിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഇത് ബിസിനസ്സിലാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് ആ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ ഇത് ബിസിനസ് റിലേറ്റ് ചെയ്ത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലാത്ത കേസിൽ ഇത് ബിസിനസ് റിലേറ്റഡ് ഇൻകം അല്ല, ഇത് ഡിസലൗഡ് ആയിട്ട് തിരിച്ച് നിങ്ങൾ ആഡ് ബാക്ക് ചെയ്യേണ്ട വരും. ഓക്കെ, ഗിഫ്റ്റ് P&L അക്കൗണ്ടിൻ്റെ ഈ ഭാഗത്ത് ഡെബിറ്റിൽ എക്സ്പെൻസിലാണ് തന്നതെങ്കിൽ ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അല്ലാത്ത കേസാണെങ്കിൽ അത് ബിസിനസ്സിൽ നിന്ന് വരുന്ന എക്സ്പെൻസ് അല്ലാന്നും അത് ഡിസലൗഡ് ആണെന്നും അതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട വരും. ഈ 3 പോയിന്റ് ഓർമ്മിക്കുക. പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന്, അതായത് ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ വീടെടുക്കുന്ന ആ സംഭവങ്ങൾ ഓക്കെ, അവരാണെങ്കിൽ അത് എന്ത് ഇൻകം, ആ പ്രൊഫഷണൽ ഇൻകം ആണ്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്, PGBP അല്ല. ഇനി ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിനാണെങ്കിൽ ഓക്കെ, അല്ലാത്ത കേസിലാണെങ്കിൽ അത് ടാക്സ്, അതായത് അത് ഡിസലൗഡ് ആണ്, ആഡ് ബാക്ക് ചെയ്യണം. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ പഠിക്കുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായി. 10,000-ൽ കൂടുതൽ ഒരു ബില്ലിൽ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ പഠിപ്പിച്ചെന്നത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുന്നൊന്നുമില്ല. സോ ആ കേസിനെ പറ്റിയിട്ടാണ് ഇനി ഇവിടെ പറയുന്നത്. സോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 10,000-ൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. 35,000 ഫോർ ആരിക്കാന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 10,000 ആണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ബില്ലിൽ നിങ്ങളെടുത്ത് പറയുന്ന ക്യാഷ് കമ്മീഷൻ പെയ്ഡ് ഇൻ ക്യാഷ് ₹12,000. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. കമ്മീഷൻ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ആണ് അല്ലേ. ബിസിനസ് ആകുമ്പോൾ കമ്മീഷൻ കൊടുക്കേണ്ടി വരും. സോ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ആണ് കമ്മീഷൻ. ബട്ട് ഇത് പേ ചെയ്തിരിക്കുന്നത് ക്യാഷിലാണ്. ക്യാഷിൽ നമുക്ക് ഒരാൾക്ക് എത്രയേ പേ ചെയ്യാൻ പറ്റൂ, 10 മാത്രം. ഇവിടെ എത്ര പേ ചെയ്തിന്, 12,000. അങ്ങനെയാണെങ്കിൽ 10,000 12,000 കമ്പയർ ചെയ്ത് 2,000 അല്ല ഇവിടെ ടാക്സിബിൾ. മൊത്തം ഈ 100% 12,000 ഇതെന്തായി മാറും, ഡിസലൗഡ് ആയി മാറും. ഓക്കെ, സോ കമ്മീഷൻ അലൗബിൾ ആണ്, ബട്ട് ഇത് പേ ചെയ്തിരിക്കുന്നത് ക്യാഷിലാണ്. ക്യാഷിലാണെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ വഴി പേ ചെയ്യാനുള്ള മാക്സിമം എമൗണ്ട് 10,000 rupees. ഇത് എത്ര, 12. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള എക്സസ് അല്ല ടാക്സബിൾ. മൊത്തം 12,000 രൂപയും ഡിസലൗഡ് ആയിട്ട് കാണിക്കണം. ഓക്കെ, സോ ഡിസലൗഡ് ആയിട്ട് കാണിക്കണം. മൊത്തം 12,000.
ഇനി കമ്മീഷൻ പെയ്ഡ് ബൈ ചെക്ക് 12,000 ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ചെക്കാണ്, ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്, നോ ഇഷ്യൂസ്. സോ കമ്മീഷൻ പെയ്ഡ് 9,000 ആണെങ്കിലോ അതും ഒരു പ്രശ്നവുമില്ല, ബിക്കോസ് ക്യാഷ് ട്രാൻസാക്ഷൻ 9,000 ഒക്കെ അലൗഡ് ആണ്. സോ ഈ ഒരു പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, എക്സ്പോർട്ട് സബ്സിഡി റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ് ആണ്. ഇത് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻകം ആണ് അല്ലേ. സബ്സിഡി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. സോ ഇതൊരു ബിസിനസ് ഇൻകം ആണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് രണ്ട് രീതിയിൽ നോക്കാം. ഇവിടെ നമ്മൾ P&L അക്കൗണ്ട് എഴുതുമ്പോൾ ഇത് ഇൻകം ആണ്. ഇതിന് എവിടെയാണ് കാണിക്കേണ്ടത്? ഇങ്ങനെ ഇവിടെ എക്സ്പോർട്ട് സബ്സിഡി കിട്ടിയിരിക്കുന്നത് 10,000 ആണെങ്കിൽ ഇവിടെ 10,000 എഴുതി ഒരു പ്രശ്നവുമില്ല, ഇത് അലൗഡ് ആണ്, ഇതിനെ തൊടേണ്ട കാര്യമില്ല. ബട്ട് ചില സമയത്ത് ഇത് നിങ്ങൾക്ക് എഡീഷണൽ ഇൻഫർമേഷനിലാണ് തരിക. സോ എഡീഷണൽ ഇൻഫർമേഷനിൽ എക്സ്പോർട്ട് സബ്സിഡി ഫ്രം ഗവൺമെൻറ് 10,000 എന്ന് തരികയാണെങ്കിൽ ഇത് ബിസിനസ് റിലേറ്റഡ് ഇൻകം ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ നോക്കുക, ഇൻകം ആണ്, ബട്ട് എന്ത് ചെയ്തിട്ടില്ല, P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചതിന് ആഡ് ബാക്ക് ചെയ്യണം. സോ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. ഒരു സാധനം ഇൻകോ അല്ലെ എക്സ്പെൻസോ എന്ന് മനസ്സിലായാൽ ഓൾറെഡി ഡെബിറ്റഡ് ആണോ അല്ലെങ്കിൽ ഓൾറെഡി ക്രെഡിറ്റഡ് ആണോ നോക്കുക. ഓൾറെഡി ക്രെഡിറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നും, നോട്ട് ക്രെഡിറ്റ് അങ്ങനെയുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇവിടെ ഓൾറെഡി ഡെബിറ്റ് ചെയ്ത് എക്സ്പെൻസ് ഡിസലൗഡ് എന്നുള്ളതാണ് പറയുന്നത്. സോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിലെ മാറ്റം എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ ബിസിനസ് ഇൻകം മാത്രം, എക്സ്പോർട്ട് സബ്സിഡി മാത്രമാണ് പറഞ്ഞത്. അതൊരു ബിസിനസ് ഇൻകം ആണ്. P&L അക്കൗണ്ടിൽ അത് തരുവാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ബിസിനസ് ഇൻകം. അതെന്തായാലും അവിടെ വേണം. ഇനി അവിടെ തന്നില്ലെങ്കിൽ അതൊരു ഇൻകം ആണ്, അതെന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻകം. പ്രോഫിറ്റ് അത്ര കണ്ട് എന്ത് ചെയ്യണം? കൂടണം. സോ അതെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, വീഡിയോയിൽ ഈ ഒരു പോയിന്റ് കവർ ചെയ്ത് ഞാൻ മറന്നു എന്നൊരു സംശയം. 35DDA. ഓക്കെ, ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ VRS ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1,50,000 ആണെങ്കിൽ ഇതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ വർഷവും അലൗ ചെയ്യുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,00,000ൻ്റെ 5. സോ 1,00,000ൻ്റെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 30,000. 30,000. അപ്പോൾ ഇതായിരിക്കും ഒരു ഇയറിൽ അലൗവബിൾ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇത്രയും ഭാഗം ആ ഇയറിൽ എന്താവും? ഡിസലൗഡ് ആവും. ഓക്കെ, വിചാരിക്കുന്നത് ടോട്ടൽ 1,50,000 ആണ് VRS റിലേറ്റ് ചെയ്ത എക്സ്പെൻസ്. അതിനെങ്ങനെ അലൗവബിൾ, എങ്ങനെയാണ് ഡിഡക്ഷൻ കിട്ടുക? ഡിഡക്ഷൻ എങ്ങനെ കിട്ടുക? 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കൊല്ലം 30 ആണ്. അപ്പോൾ അപ്പം ആ ബാക്കി വരുന്ന ഈ പൈസകൾ, അതായത് 1,20,000 എന്തായിരിക്കും? ആ വർഷം എന്തായിരിക്കും? ഡിസലൗഡ് ആയിരിക്കും. അലൗഡ് എത്ര മാത്രം? 30,000 മാത്രം. ആ ഇയറിൽ 30,000 മാത്രം. ബാക്കിയൊക്കെ ആ ഇയറിൽ എന്താ? ഡിസലൗഡ് ആയിരിക്കും. സോ അതാണ് ഉദ്ദേശിച്ചത്. അതും ഒന്ന് ഓർമ്മിക്കുക. എനിക്കൊരു സംശയം ഒരു പോയിന്റ് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചോടെ. അടുത്തത് ഡീവാലുവേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആണ് നെക്സ്റ്റ് പോയിന്റ്. സോ ചില ക്വസ്റ്റ്യനിൽ എന്നൊരു ക്വസ്റ്റ്യനിൽ എവിടെയോ കണ്ടിട്ടുണ്ട്, ഒന്നത് എടുക്കട്ടെ. ഡീവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ 70 റുപ്പീസ് ആയിരുന്നു. $1 ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് 70 റുപ്പീസ്. അപ്പോൾ $1 കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര പൈസ കൊടുക്കണം? 70. ഡിവാലുവേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് $1 കിട്ടാൻ നമ്മളെ ഇന്ത്യൻ മണി എത്ര കൊടുക്കണം? 75 രൂപ കൊടുക്കണം. ഈ കേസിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ സമയത്ത് എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കയറ്റുമതി അല്ലേ? അങ്ങോട്ട് പോകുന്നതാണ്. ഗുഡ്സ് അങ്ങോട്ട് പോകും അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മുടെ അമേരിക്കയിലോട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുവാണ്. സോ അമേരിക്കക്കാർ ഇങ്ങോട്ടേക്ക് പേ ചെയ്യണം. ഓക്കെ, സോ മുന്നേ 70 റുപ്പീസാണ് കിട്ടിയ. $1 എത്രയാണ് പൈസ കിട്ടിയ? 70. ഇപ്പം $1 എത്ര ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്? 75. ഓക്കെ, ഇപ്പം മുന്നേ നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് $10 സാധനമാണെന്ന് വെച്ചോ. അപ്പോൾ 70 രൂപ വെച്ചിട്ട് 700 രൂപയെ ഇയാൾക്ക് കിട്ടുവേനും. $10 ഒരു ട്രാൻസാക്ഷനാണ് നടക്കുന്നതെന്ന് വെച്ചാൽ എക്സ്പോർട്ട്. സോ $10 ഒരു സാധനം അങ്ങോട്ട് പോകുമ്പം അയാൾ തിരിച്ച് $10 തരും അല്ലേ? $10 ഈ പെർട്ടിക്കുലർ എക്സ്പോർട്ടറിന് കൊടുക്കും. $10 ഇന്ത്യൻ വാല്യൂ എത്രയാണ്? 700. ബട്ട് ഇപ്പം ഡീവാലുവേഷൻ സംഭവിച്ചപ്പം $10 ട്രാൻസാക്ഷൻ നടന്നപ്പോൾ അയാൾക്ക് 75 വെച്ച് കിട്ടുന്നുണ്ട്. അയാൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 750. സോ ഇങ്ങനെ നമുക്ക് ഡീവാലുവേഷൻ വരുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ എക്സസ് എമൗണ്ട് ഉണ്ടല്ലോ,
ഈ എക്സസ് എമൗണ്ട് നമ്മുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലായിക്കോളും. ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി ഫ്രം എക്സ്പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിവാലുവേഷൻ വരുവാണെങ്കിൽ അയാൾക്ക് അതെന്തായി? തിരിച്ച് നമുക്കൊരു ബെനിഫിറ്റ് അവിടെ കിട്ടി. ഇറ്റ് ഈസ് എൻ ഇൻകം. സോ അത് ബിസിനസ് ഇൻകം ആയിട്ട് അവിടെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, നേരെ തിരിച്ചിട്ടാണെങ്കിൽ ലെസ്സും ചെയ്യേണ്ടി വരും. ഇവിടെ ഇമ്പോർട്ടറിൻ്റെ കേസാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡിന് പകരം എന്താണെന്ന് പഠിച്ചാൽ മതി, ലെസ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ സെക്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ കുറേ കൂടെ ഇങ്ങനെ പ്രൊവിഷൻസ് ഉണ്ട്. ബട്ട് ഒന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഓക്കെ, സോ എന്താ പറയുക, ഇതൊക്കെ ഒരു വലിയ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഡീവാലുവേഷൻ. PGVPയിൽ തന്നെ. പക്ഷെ നിങ്ങൾക്ക് അത്രയൊന്നും ഇല്ല. സോ ഇത് ഓർമ്മിക്കുക. എക്സ്പോർട്ടറിൻ്റെ സമയത്താകുമ്പോൾ ആഡ് ബാക്ക് ചെയ്യുക. ഇമ്പോർട്ടിൻ്റെ സമയം വരുമ്പോൾ എക്സ്പോർട്ടിൻ്റെ സമയമാകുമ്പോൾ അവിടെ സർപ്ലസാണ് വരിക അല്ല, കൂടുതലാണ് കിട്ടിയ സർപ്ലസ് അവിടെ സർപ്ലസ്. ഇപ്പോൾ ആഡ് ബാക്ക് ചെയ്യുക. മറ്റേതിൻ്റെ സമയത്ത് ഡെഫിഷ്യൻസിയാണ് വരിക. ഡെഫിഷ്യൻസി എക്സാമ്പിൾ പറയാം. ഇമ്പോർട്ട് ചെയ്യുകയാണ് ഗുഡ്സ്, ഇങ്ങോട്ടേക്ക് വരികയാണ്. അമേരിക്കൻ ഗുഡ്സ് നമ്മളെ നാട്ടിൽ വരികയാണ് ഇന്ത്യ. സോ $10 ട്രാൻസാക്ഷനാണെന്ന് വെച്ചോ, $10 ട്രാൻസാക്ഷൻ. അപ്പം ഇയാൾക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം $10. $10 അങ്ങോട്ട് പോകണം. മുന്നേ ആയിരുന്നെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതി? 700 രൂപ. നമ്മൾ ഇന്ത്യൻ മണി 700 രൂപ സെൻഡ് ചെയ്താൽ മതിയേനും. ബട്ട് ഇപ്പം എക്സ്ചേഞ്ച് റേറ്റ് മാറി 75 ഇപ്പം നമ്മൾ അങ്ങോട്ട് എത്ര പേ ചെയ്യണം? 750. അപ്പോൾ 50 രൂപ നമുക്ക് എന്ത് വന്ന്? അവിടെ ഡെഫിഷ്യൻസി വന്ന്. സോ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ഏതിൽ നിന്ന്? നെറ്റ് പ്രോഫിറ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അലൗവബിൾ എക്സ്പെൻസ്. ഇത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇത് നമുക്ക് അലൗവബിൾ എക്സ്പെൻസ് ആവും. ഇമ്പോർട്ടിൻ്റെ കേസിൽ ലെസ് വരും. എക്സ്പോർട്ടിൻ്റെ കേസിൽ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇനി ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഒരു പോയിന്റും കൂടെ പറയട്ടെ. നമ്മൾ 2 തരത്തിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് മെത്തേഡ്സ് 2 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ക്യാഷ് ബേസിസും ഒന്ന് അക്രൂവൽ ബേസിസും അല്ലേ. ക്യാഷ് ബേസിസിലാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തരിക അന്നേരം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അങ്ങനെ പറയുന്ന എന്തെങ്കിലും ആയിരിക്കും ക്വസ്റ്റ്യനിൽ തരിക. ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ കറണ്ട് ഇയർ 2021 ആണെങ്കിലും നിങ്ങൾക്ക് 1920 അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 2021-22 ഇങ്ങനെയുള്ള ചില എക്സ്പെൻസുകളൊക്കെ തരും. ഇതൊക്കെ നിങ്ങൾ കണക്കിലെടുക്കണം. ബിക്കോസ് ക്യാഷ് ബേസിസിലാണെങ്കിൽ 2021 1920 പേ ചെയ്താലും ഒരു പ്രശ്നവുമില്ല. അതായത് നമ്മൾ എന്ത് നോക്കണ്ട? ടൈം നോക്കണ്ട, ടൈം പീരീഡ് നോക്കണ്ട, ഏത് വർഷമാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് വർഷത്തെയാണ് പേയ്മെൻറ്റ് നടത്തിയാൽ നോക്കണ്ട. നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയറിലാണ് പേയ്മെൻറ്റ് നടത്തിയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് അതിൻ്റെ ബേസിൽ ചെയ്യാം. ഇത് പ്രോബ്ലം ഉണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. എനിക്കറിയാം ഇത് മനസ്സിലായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഇത് 2 വരുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം ഇവിടെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ക്യാഷ് ബേസിസിൽ വരുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെ ഇടുന്ന സാധനങ്ങളൊന്നും എടുക്കൂല. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പറയും. സോ ഇനി നമുക്ക് പോകാം ഇല്ലുസ്ട്രേഷനിലോട്ട്. ഈ വീഡിയോ നല്ല വൃത്തിക്ക് കാണാം. 1-2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ടാലും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ഇത് കണ്ട് തറോ ആക്കിയതിന് ശേഷം മാത്രം ഇല്ലുസ്ട്രേഷൻ പാർട്ടിലോട്ട് വരിക.